നന്നായി മുടി വളരും, നല്ല നിറം വെക്കും പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പെണ്ണുങ്ങൾ എന്തും കഴിക്കില്ലോ. അങ്ങനെ അപൂർവം അരി വറുത്തതും കട്ടൻ ചായയും കിട്ടാറുണ്ട്. അതായത് ഈ വയറ് എല്ലുമ്പോ പോയി ഈ റംബുട്ടാനെ ഇതിനൊരു പ്രത്യേകത. ബാക്കിയെല്ലാതും നമ്മള് ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടാണല്ലോ ചെയ്യാറ്. പ്രത്യേക സാധനട്ടാ ഇതില്. നല്ല മധുരത്തിലാണ്. നല്ല മഴക്കാലത്ത് നമ്മുടെ കൂടാരത്തിൽ വന്നിരിക്കുകയാണ്. നമ്മള് നല്ല മഴക്കാലത്ത് നമ്മുടെ കൂടാരത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്തുകൊണ്ട് ഒരു പാചകം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആഗ്രഹം സാധിച്ചു ഇല്ലേ? അപ്പൊ മഴയത്ത് ഇവിടെ ഞങ്ങളുടെ ആഗ്രഹമായിരിക്കും സാധിക്കുക. മഴയത്ത് ഞങ്ങൾ മേശയൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മുടെ ഈ തോമസ് മംഗലം എപ്പോഴും പറയും, അവിടെ ഇവിടെയൊക്കെ കൊണ്ട് അടുപ്പും തേങ്ങയുമായി കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് നാശായിക്കോളെന്ന് പറയും. അപ്പൊ ഈ ഇതിന്റെ കാലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പിന്റെ കാലുകളാ. അതിന്റെ അടിയിൽ നമ്മൾ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടാ. അതിന്റെ മുകളിലാണ് സാധനം കയറ്റി വെച്ചോണ്ടതേ. അതെ, തോമസ് മംഗലത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മൾ ഈ ടൈൽസിനെ നശിപ്പിക്കണില്ല അതാണ് ചേട്ടാ ഉദ്ദേശിച്ചേട്ടാ. ഇതിന്റെ കാലൊന്നും നിലത്ത് കോറാണ്ടിരിക്കാനേ അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പാചകത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ചെറുപ്പകാലത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോ 4 മണിക്ക് നമുക്ക് വീട്ടിലെന്തെങ്കിലും സ്കൂൾ വിട്ട് ബസ്സിന്ന് ഓടി വരും. ആ സമയത്ത് 4 മണിക്ക് എന്തെങ്കിലും കിട്ടുന്നത്. നമ്മൾ ഈ മഹേഷിന്റെ പ്രതികാരം സിനിമയില് ആ ചക്കച്ചോള കഴിക്കാനായിട്ട് അവിടെ ഓടി വരുന്നുണ്ടല്ലേ, അതിൻ്റെ ഒരു ഇത് മനസ്സിലായില്ലേ? അത് കിട്ടാനായിട്ടുള്ളത് മറ്റാർക്കും കൊടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല. വേറെ ആരെങ്കിലും പങ്കുവയ്ക്കുകയാണെങ്കിൽ കഴിഞ്ഞു. അപ്പം 4 മണിക്ക് ഉണ്ടാക്കണ ഒരു പലഹാരമാണ് കേട്ടോ ഇത്. ഞാൻ കഴിച്ചതല്ല, നമ്മുടെ ജയന്തിയിലേ നമ്മുടെ ബാങ്ക് മാനേജറായി നമ്മുടെ ഈ അധോലോകത്തിൻ്റെ നായിക എന്ന് ഞങ്ങൾ പറയും. ജയന്തിക്ക് പണ്ട് കാലത്ത് ഒരു 10-40 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് സ്കൂൾ വിട്ട് വരുമ്പോ ജയന്തിയുടെ അമ്മ വീട്ടിൽ പയറൊക്കെ ഉണ്ടാവും. അതായത് പച്ചപ്പയർ ഉണ്ടാവില്ലേ, ആ പച്ചപ്പയർ അത് ഉണങ്ങി അങ്ങനെ അത് ഉണക്കും. അങ്ങനെ ഉണക്കി ഉണക്കപ്പയറുണ്ടാക്കും. അങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഉണക്കപ്പയറും വീട്ടിലുണ്ടായ മത്തങ്ങയും കൊണ്ടുണ്ടാക്കി കൊടുക്കണമെന്ന്. നന്നായി മുടി വളരും, നല്ല നിറം വെക്കും പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പെണ്ണുങ്ങൾ എന്തും കഴിക്കില്ലോ. മുടി ഉണ്ടാവും, വെളുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി തീറ്റിപ്പിച്ചിരുന്നതാണെന്ന്. അതും കട്ടൻ ചായയും കൊടുക്കുത്ര. അപ്പൊ ഉച്ചഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോ കിട്ടണ സാധനം. അപ്പൊ നമ്മള് അതാണ് ഒന്നും കിട്ടാറില്ല കേട്ടോ. ഒരു കട്ടൻ ചായ പോലും എന്റെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. നമുക്ക് കട്ടൻ ചായയും കൂട്ടൻ ചായയും ഒന്നും ഇല്ല. നമുക്ക് അപ്പോഴൊക്കെ നമ്മളെ ഈ അമ്മ വൈകുന്നേരം ആകുമ്പോ മറ്റേ ശർക്കര കാപ്പി വയ്ക്കും കലത്തില്. ശർക്കര അച്ചല്ലേ, വെള്ളത്തിന്റെ വെല്ലം അച്ച് എന്നാ പറയാ. ആ സാധനം ഇട്ട് കാപ്പി പൊടി ഇട്ടിട്ട് തിളപ്പിച്ച് തരും. അത് നമ്മൾ ഇരുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് 2 ലോട്ടകളുണ്ട്, ഗ്ലാസ്സുകൾ. അത് അങ്ങോട്ട് ഊറ്റി ഇങ്ങോട്ട് ഊറ്റി ഇങ്ങനെ ഇരുന്നിട്ട് ഈ തിരിച്ച് മൊത്തി അത് കഴിയാൻ സമ്മതിക്കില്ല. നമ്മള് മെല്ലെ കഴിക്കും. അരി വറുത്തുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇത്തിരി അരി വറുത്തതില്ലേ അതുകൂടി കട്ടൻ ചായയും കിട്ടാറുണ്ട്. അപ്പൊ നമ്മളത് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ അമ്മോട് ചോദിക്കും, വേറെ കുട്ടികളൊക്കെ 4 മണിക്ക് പലഹാരം കഴിക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ പറയണ കേൾക്കുമ്പോഴേ അമ്മ വിശന്നിട്ടാണ് വരണത്, എന്തുട്ടെങ്കിലും ഉണ്ടാക്കി തന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ പറയും വിശക്കണ്ടേ ചോറ് എടുത്തുണ്ടോ എന്ന് പറയും. ചോറിന് ഉച്ചയ്ക്ക് ചോറ് എടുത്തുണ്ടെന്ന് പറഞ്ഞ കാലത്ത് വെച്ച കൂട്ടാൻ അതായിരിക്കും കാലത്ത് കഴിച്ചിട്ടുണ്ടാവുക. അതന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടാവുക. അതന്നെ അവിടെ ഇരിക്കുന്നുണ്ടാവും. ഈ പരിപ്പും കുമ്പളങ്ങയും പരിപ്പും തക്കാളി അങ്ങനത്തെ എന്തുട്ടെങ്കിലും പരിപ്പ്. കഥാനായകനിലെ ജനാർദ്ദൻ പറഞ്ഞ പോലെ ജനാർദ്ദനം പറഞ്ഞേ 3 നേരം 3 തോലിഞ്ഞ കൂട്ടാനും ഇതാണ് ചിക്കനും മട്ടനും കൂടിയിട്ടല്ലേ. അതാണ് കാര്യം. അപ്പൊ അങ്ങനെ അത് ആ കൂട്ടാൻ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്കത് കഴിക്കാൻ റേഷനരി അല്ലേ, അപ്പൊ അത് കഴിക്കാൻ തോന്നില്ല. പക്ഷെ ഇത് നമുക്ക് കേട്ടപ്പോ രസമുള്ള സാധനമായിട്ട് തോന്നി. അതുകൊണ്ടാണ് കേട്ടാ. അപ്പൊ ഇതിന്റെ അളവുകളൊന്നും അറിയില്ല. പയറ് മത്തങ്ങന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇത്തിരി പയർ എടുത്തിട്ടുണ്ട്. ഈ ഉണക്ക പയറ് ഒരു 1.5 പിടി. അത് കുക്കറിലാ ഇതിനെ വേവിച്ച് വെക്കാട്ടാ. വേവിക്ക്. പക്ഷെ ഇത് രസം ഉണ്ടാവും തോന്നിട്ടാ. അതുകൊണ്ടാണ് കൂടിയിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നിട്ടാ. ഈ അടുപ്പ് കത്തിച്ചാൽ മതി. വെറൈറ്റി ഇത് കറക്റ്റ് അല്ലല്ലോ. കത്തിച്ചോ. ഇതില് ഞങ്ങളുടേതായ ഒരു സംഗതി ചേർക്കുന്നുണ്ട് കൂടുതൽ. സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ചേർത്തു. ഇത് വേവിക്കാൻ വെക്കുന്ന കുക്കറിൽ സരിത മത്തങ്ങ അരിയണോ? അല്ല ചേട്ടാ അവിടെ നിന്ന് കൊണ്ടുവന്ന മത്തങ്ങയിൽ ഇവിടെ ഒരു കഷ്ണം ബാക്കി ഇരിക്കണതിന് ഇത് കഴിയുമ്പോൾ അടുത്ത മത്തങ്ങ അവിടെ നിന്ന് എടുത്തിട്ട് വരണം. ജയന്തി പറയുന്നത് വെള്ളഞ്ഞ മത്തങ്ങ ഇരിക്കണം. നല്ല മഞ്ഞ കളറുള്ള മത്തങ്ങ ആണെങ്കിൽ ശർക്കര പിന്നെ അധികം ചേർക്കണ്ട. അപ്പൊ അധികം ചേർക്കണം. അപ്പൊ ഇത് ഒരു മീഡിയം വെള്ളഞ്ഞാണ്.
അത് മതി നമുക്ക്. അപ്പൊ സരിത മുറിച്ചിട്ടെ എന്തോരം എടുക്കണം? ഒരു ചെറിയൊരു കഷ്ണം എടുത്തോ. അപ്പൊ നിങ്ങൾക്കൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ ആയവർക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ആളുകൾ പറയുന്നത് മുഴുവൻ ചെറുപ്പകാലത്തെ കാര്യങ്ങളാണല്ലേ സ്കൂള്. അയ്യോ, ഞാൻ അതിലത്തെ കമന്റ്സ് നോക്കിയിട്ടില്ലേ. ആ, അതാണ് ആളുകൾ മുഴുവൻ പറഞ്ഞത്. ഇന്നലത്തെ വീഡിയോ അല്ലേ, ആ ലോകത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടേ ആ ആളുകളെ. സ്കൂള് വിട്ട് വരുമ്പോ നിങ്ങക്ക് വീട്ടിൽ എന്തിട്ട് ഉണ്ടാക്കി തരാറെന്ന് പറഞ്ഞോളോട്ടാ. ഇതുപോലത്തെ ചിലപ്പോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഓരോരുത്തർക്ക് അമ്മമാര് ആ കാലഘട്ടത്തില് ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ടാവും. അപ്പൊ അത് എന്തിട്ടൊക്കെയായിരുന്നു കഴിച്ചിരുന്നേന്ന് പറഞ്ഞോളോ, നമ്മുടെ കിട്ടോളോട്ടാ. നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ കൃഷി സാധനങ്ങളായിരിക്കും മുഴുവൻ ഉച്ചരിഞ്ഞുണ്ടാവുള്ള. ഒക്കെ ഈ മധുരച്ചേമ്പ് പുഴുങ്ങിയത്, മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്, കൊള്ളി പുഴുങ്ങിയത്, പിന്നെ എന്നിട്ട് അത് അമ്മ ഇടയ്ക്ക് വെങ്കിടിശ്ശേരിക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അമ്മയുടെ ആങ്ങളയുണ്ട്, അമ്മയുടെ ചേട്ടൻ കൊടുത്തയക്കും. കൊള്ളി, ഇതുപോലെ കാവത്ത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുത്തയക്കുമ്പോ ആ കുറച്ച് ദിവസം കൊള്ളി പുഴുങ്ങിയത് അങ്ങനത്തെ ഒക്കെ കിട്ടും. കൊള്ളി പുഴുങ്ങിയത് അതിലേക്ക് നല്ല ചമ്മന്തി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് കിട്ടും സ്കൂളിൽ നിന്ന് വരുമ്പോ. പിന്നെ ഒന്നുമില്ല, ഉച്ചഞ്ഞ ഒന്നുമില്ലെങ്കിൽ ലോഡ് പച്ചളം കിണറ്റിന്ന് കോരി കുടിക്കും. എന്നിട്ട് നേരെ കളിക്കാൻ പോവും. എന്നിട്ട് വൈകുന്നേരം വയറെ അണ്ടൊട്ടിട്ടാ വരുന്നത് പറയും അമ്മ. ഇതേ പിള്ളേരിൽ അണ്ടൊട്ടിട്ടാ വരുന്നത് തിന്നാൻ ഒന്നുമില്ല എന്ന് പറയും. അണ്ടൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടൊട്ട, അതായത് ഈ വയറ് എല്ലുമ്പോ പോയി ഒട്ടും. ഈ പണ്ട് കാലത്ത് എന്റെയൊക്കെ ചെറുപ്പകാലത്തുള്ള ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള പിള്ളേരെ കണ്ടു കഴിഞ്ഞിട്ടേ ഈ പുറത്ത് ഈ നട്ടലില്ലേ, ഇത് ഈ വയറുമായിട്ട് ഒട്ടി ഇരിക്കുന്നുണ്ടാവും. എന്തോരം പിള്ളേരെ അങ്ങനെ കാണാൻ അറിയും നമ്മളൊക്കെ. നമ്മളും എല്ലാവരും ഇങ്ങനെയാണ് വയറ്. ഇപ്പോഴുള്ളവരെ വയറൊക്കെ തിരിച്ചായി. പണ്ട് തിന്നാനായിട്ട് വയറ് കുറയ്ക്കാൻ കഷ്ടപ്പെടുക, അന്ന് വയറ് നിറയ്ക്കാൻ കഷ്ടപ്പെടായിരുന്നു അല്ലേ. ഇപ്പൊ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇട്ടാ ഇതിന്റെ രീതികളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ ഐഡിയയിൽ ഇത് ഉടയ്ക്കാനുള്ളതാ മത്തങ്ങ വേവിച്ച്. അപ്പൊ പിന്നെ നമുക്ക് തൊലി കളയണം മത്തങ്ങയുടെ, കാരണം ഉടയ്ക്കാനുള്ളതായ കാരണം കൊണ്ടേ. തൊലി പാടില്ല. ചെറിയേട്ട മത്തങ്ങ വെറുതെ ഇടയ്ക്കൊക്കെ ചെറുപയർ വേവിച്ചിട്ട് അമ്മ വെച്ചിട്ടുണ്ടാവും. അത് ചെറുപയറ് അന്ന് ഭയങ്കര വില കുറവായിരുന്നു പണ്ട്. അപ്പൊ നാളികേരൊക്കെ ചെരുകിട്ടിട്ട് ചെറുപയറില് അങ്ങനെ അങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് ഈ കൊയ്ത്ത് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പറ വിസിലടിച്ചു, 2 പറ നെല്ല്, 2 പറ നെല്ല് സിമ്മിലിട്ടുവിട്ടാ, 2 പറ നെല്ല് ഈ അവില് ഇടിക്കാൻ കൊണ്ടുപോകും. അത് അമ്മോട് ഒരു 10,000 വട്ടം പറയണം. അവിലിനെ നമ്മൾ കൂടുതൽ ഇടിക്കാൻ പറയണം. ആ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി വയ്ക്കാനാണ് നെല്ല്. നമുക്ക് എന്താ ഗ്യാസിന്റെ മണം വരുന്ന പോലെ കഞ്ഞി വയ്ക്കാൻ, കഞ്ഞി വയ്ക്കാനാണ് നെല്ല് കൂടുതൽ ഉപയോഗിക്കേണ്ടതേ. അപ്പൊ അതിന് അവിലിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3:10. അവിലിടിക്കാനാണ് നമുക്ക് ഇഷ്ടം. കുറെ അവിലിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവില് വിളയിക്കും. നാളികേരം പിന്നെ ശർക്കരയൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ച് അവില് വിളയിക്കാന്ന് പറയട്ടെ ഞങ്ങള്. അതായത് ഒന്നുമില്ല, അവില് ഇടിച്ചു കൊണ്ടുന്നത് നമ്മുടെ ഈ നല്ല അവിലായിരിക്കും. നമുക്ക് പീടിയെന്ന് വാങ്ങിക്കുന്ന അന്ന് പീടിയെന്നൊന്നും അവില് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. ഇല്ല, ആളുകളൊക്കെ അവിലിടിച്ചിട്ട് ഉണ്ട്, അറിയില്ല. അവിലില് ശർക്കരയും നാളികേരം ഇട്ടിട്ട് മിക്സ് ചെയ്തു നന്നായി തിരുമ്മി ഇത്തിരി വെള്ളമൊക്കെ നനച്ച് നാളികേരം ഉടച്ചതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിന് അവില് നനയ്ക്കാന്നും പറയും. മറ്റുള്ള ജില്ലക്കാരൊക്കെ അവില് നനയ്ക്കാന്ന് പറയും. ഞങ്ങളിവിടെ അവില് വിളയിക്കാന്ന് പറയും. അവിടെ സത്യത്തിൽ അവില് വിളയിക്കുന്നത് ഇങ്ങനെയല്ല. നമ്മുടെ അന്നമ്മച്ചേടത്തി ഇല്ലേ, അന്നമ്മച്ചേടത്തി പാചകത്തിലെ കണ്ടമാനം വീടിയിട്ടുള്ള അന്നമ്മച്ചേടത്തി അവില് വിളയിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഈ മറ്റേതൊക്കെ ഇല്ലേ, എന്താ പറയുക, പൊട്ടുകടലയും ശർക്കരയും ഒക്കെ ഇട്ടിട്ട് നെയ്യൊക്കെ ചേർത്ത് അവില് വിളയിക്കാന്ന് പറയുന്നത്. അതാണ് അവില് വിളയിക്കല്. നമ്മള് ചെയ്യുന്നത് അവില് നനയ്ക്കുക. ഞങ്ങൾ ഇവിടെ അവില് വിളയിക്കാന്ന് പറയും. വിളയിക്കാന്ന് പറയില്ല കേട്ടാ, അവില് നനയ്ക്കാന്ന്. അത് നിങ്ങൾ പറയുന്നു. നമ്മുടെ വീട്ടിൽ അങ്ങനെയാന്ന്. അവില് വിളയിക്കുക, അമ്മ അവില് വിളയിക്കണ്ട ഇത്തിരി എന്ന് പറയും. അങ്ങനെ അത് നനച്ച് നമുക്ക് ഉച്ചരിഞ്ഞ് കിട്ടും ചില ദിവസങ്ങളിൽ കേട്ടാ. അങ്ങനെയൊക്കെയായിരുന്നു കാലങ്ങൾ. ഇനി നുറുക്കട്ടെ. തോട്ടിണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ റംബൂട്ടാൻ പൊട്ടിക്കാൻ. ഒരു തോട്ടിയെ ഞാനേ റംബൂട്ടാന്റെ കൊമ്പൊക്കെ ഒടിച്ച് കഴിഞ്ഞപ്പോ ചേട്ടന് ബോധം വന്നു അല്ലേ? ഒരു കുഞ്ഞ് തോട്ടി ഞാൻ ഉണ്ടാക്കിട്ടാ. ഞാൻ കാണിച്ചു തരാം. ഒടിച്ച കൊമ്പും തുടിച്ചത് അങ്ങനെ വെച്ച് കെട്ടിയ ചേട്ടൻ? അത് കെട്ടാൻ നേരം ഞാനേ ഞാനേ ഒരു കുഞ്ഞ് തോട്ടി ഉണ്ടാക്കി. കൊള്ളി തണ്ടിന് കേട്ടത്, കൊള്ളിയില് തണ്ടിന് കണ്ട. ഇതുകൊണ്ട് തോട്ടി ഉണ്ടാക്കി.
എന്നിട്ട് നമ്മുടെ ഈ റംബൂട്ടാല്ലേ അതുമ്മ നല്ല റംബൂട്ടാണ്ട് അതുമ്മ ഞാൻ നോക്കിയത് ഇവിടെ ഒരു കണ്ട ഇതുമ്മേ ഇവിടെ ഒരു പൊത്തുണ്ടാക്കി ഒറ്റയടിക്ക് നമുക്ക് പൊട്ടിക്കുന്ന നഷ്ടമാണല്ലോ അതെ ഇങ്ങനെ പൊത്തുണ്ടാക്കിയിട്ട് ഇതേ ഇതിൻ്റെ ഉള്ളിയോടെ ഞാൻ തോട്ടി വെച്ചു എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് തോട്ടി നീട്ടിയിട്ട് ആയത് തലതിൻ്റെ ഉള്ളിൽ കടത്തുവിട്ടാ 1000 റംബൂട്ടാൻ മാത്രം ഞാൻ പൊട്ടിച്ചെടുക്കും. ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. എവിടെയാണ് ആയത്? അത് മഴയില്ലാത്തപ്പോ ചെയ്യാൻ ചേട്ടാ. അല്ല ഒരെണ്ണം പൊട്ടിക്കണം എനിക്ക്. ഒരെണ്ണം ഞാൻ പൊട്ടിക്കും. ഇങ്ങനെ തോട്ടി കൊണ്ട് ആക്കിയിട്ട് കണ്ട ഒരു റംബൂട്ടാൻ പൊട്ടിച്ചു. ഈ റംബൂട്ടാനേ ഇതിനൊരു പ്രത്യേകത ഉണ്ടിട്ടാ. ഇത് ശരിക്കും N18 കണ്ട നല്ല വലിപ്പമുള്ളത്. ഇതിൻ്റെ ഒരു വലിപ്പം കണ്ട. ഇത് 18 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് 1 കിലോനായി. ഇതിൻ്റെ വലിപ്പം നോക്കിയേ. വണ്ടെന്ന് പറഞ്ഞ വണ്ടൻ നല്ല പഴുത്തത്. ഈ പരിപാടി നമ്മൾക്ക് അന്ന് ചെയ്താൽ മതിയായിരുന്നു സരിത. ചേട്ടനെ ഇനി വല ഊരണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ? അല്ല അതിന്റെ എല്ലാം ഒരുമിച്ചായി. അതിലേക്ക് പിന്നെ അണ്ണാറകണം കിടക്കും. ഇതിലേക്ക് അണ്ണാറകണം കിടക്കണില്ലേ? അല്ല വല അതിന്റെ അഴിച്ചിട്ടാണെങ്കിൽ അടിയിൽ നിന്നിട്ട് ഇതുപോലെ തോട്ടി കൊണ്ട് തന്നെ കൊലകള് ഒടിച്ചൊടിച്ചെടുക്കായിരുന്നല്ലോ. അതും ശരിയായിരുന്നു. ഇല്ല ആ പിളർന്നതില്ലേ ചേട്ടൻ വല ഊരി കളഞ്ഞു. പിളർന്നതില്ലേ ആ പിളർന്നത് നല്ല പോലെ ഇത് വലിച്ചു കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ ചില്ലകളൊന്നും ഇറക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് ജോയിന്റ് ആയാലും മണ്ണ് തേച്ച് കൊടുത്താൽ മതി. മണ്ണ് തേക്കൊന്നും വേണ്ട, അതിങ്ങനെ കെട്ടിയാ മതിയാവും. നല്ല രസമല്ലേ ഇത്? അടിപൊളി റംബൂട്ടാൻ. അപ്പൊ നമ്മുടെ 20 മിനിറ്റ് ഇത് സിമ്മിലിട്ടുട്ടാ. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് പയർ സാധാരണ വേവിക്കുമ്പോ ഒരു വിസിലടിച്ച് സിമ്മിലിടും. സിമ്മിലിട്ട് 20 മിനിറ്റ്. അതാണ് എന്റെ കുക്കറിന്റെ കണക്ക്. അപ്പൊ വെന്തുണ്ടാവും. കടലയും മുതിരയാണെങ്കിൽ ഫസ്റ്റ് വിസിലടിച്ച് സിമ്മിലിട്ടിട്ട് 15 മിനിറ്റ് വേവും. കടല പിന്നെ നമ്മള് കുതിർത്തുല്ലോ, ഓവർനൈറ്റ് കുതിർത്തുല്ലോ. ഗ്യാസിന് ചെറിയ ലീക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഊരി കുത്തിയതായിട്ട് വീണ്ടും ഇതിലത്തെ എയർ കളയാം. കളഞ്ഞിട്ട് മത്തങ്ങിട്ട് വിസിലടിപ്പിക്കാം. ശർക്കര ഏലക്കായ ഒഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മള് മത്തങ്ങയും പയറിൽ ശരിയാക്കാം അല്ലേ? മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നു മാത്രം. മത്തങ്ങ നമ്മൾ കഴുകി വെച്ചതാണ്. മത്തങ്ങ അധികമാവോ? അടി പിടിച്ചാ? അടി പിടിച്ചിട്ടില്ലേ? പക്ഷെ വെള്ളല്ലേ? കറക്റ്റ് വെള്ളം കഴിഞ്ഞു അല്ലേ? കറക്റ്റ് വെള്ളം കഴിഞ്ഞു. ഉടഞ്ഞില്ല. സ്വല്പം വെള്ളം കൊണ്ട് ഒഴിക്കും. സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി. മത്തങ്ങയിൽ വെള്ളം ഉണ്ടാവും. മത്തങ്ങയിൽ വെള്ളം ഉണ്ടാവും. തേങ്ങ ഇടുന്നത് നമ്മൾ ഈ മത്തങ്ങ ആയിരിക്കുന്നു കേട്ടാ. മത്തങ്ങന്ന് വെള്ളം ഇറങ്ങും. ഇതിൽ എന്തിട്ടാ വേവിക്കുമ്പോ ഉപ്പിടൂ? ഉപ്പിടണം. ഇപ്പൊ ഇടൂ? അതേ വെന്തതിന് ശേഷം ഉപ്പിടാ? അല്ല അത് മധുരമുള്ള സാധനല്ല. അപ്പൊ കണ്ടമാനം ഉപ്പിടരുതല്ലോ. ഒരു തരി ഉപ്പിടല്ല. പയറാണ് ഉപ്പിട്ട് കഴിക്കേണ്ടത്. ഒരു പൊട്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് പൊടിക്ക് ഉപ്പ് ചേർക്കാം. അത് മതി. അപ്പൊ കുക്കറിൽ വേവിക്കും. അപ്പൊ ഓക്കെ. കുക്കറിന്റെ മൂടി ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നോണ്ടാണ് ഞങ്ങൾക്ക് ഒരു അമ്പരപ്പെട്ടാ. ഇത് എന്ത് ചെയ്യണം? ബാക്കിയല്ലാതും നമ്മള് ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടാണല്ലോ ചെയ്യാറ്. അപ്പൊ ഇതിന് ഒറ്റ വിസിലടിപ്പില്ല. നമ്മുടെ മത്തങ്ങ വിസിലടിക്കാൻ നിൽക്കണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരി വറുത്തത് പൊടിച്ച് ചേർക്കണം. അപ്പൊ അരി നമ്മളിത് നമ്മുടെ മട്ടരിയാണ് എടുത്തോണ്ടത് കഴുകാൻ പോകണം. ഏതരി വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മട്ടരി നമ്മൾ വെക്കണ അരി ഇതായ കാരണം ഇതെടുത്തു. പിന്നെ ഇതിന് അളവൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ 2 പിടി അരി എടുത്തിട്ടുണ്ട്. അപ്പൊ കഴുകിയിട്ട് വരാം. അതിന് തീ എത്തിച്ചാ. അപ്പോൾ നമ്മൾ അരി കഴുകിയിട്ടാ. അരിന്ന് കഴുകി സരിത തീ എത്തിക്കരുത്. അപ്പോൾ അരി വറക്കാൻ പോകണം നമ്മൾ. അരി വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കട്ടൻ ചായ കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ട് അതിൽ അരി വറുത്തിട്ട് ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ തിന്ന് അങ്ങനെ ചെയ്യാം. ഇതിന് കട്ടൻ ചായ ഉണ്ടാകണം കേട്ടാ. ലാസ്റ്റ് കട്ടൻ ചായ ഉണ്ടാകണം. ഇതിന്റെ കോമ്പിനേഷൻ കട്ടൻ ചായന് ബുദ്ധിമുട്ട്. അല്ല അതുണ്ടാക്കണം എന്ന് പറയുന്നേ. ചൂടായിട്ട് നമുക്ക് അരി അലിക്കിരുന്നു. കഴുകിയ അരി ഇളക്കി പാത്രം കരിഞ്ഞ പോലെ വെള്ളമുള്ള ചെമ്മീൻ വറക്കണ പോലെ വരില്ലായിരുന്നു. അതേ പണ്ടെല്ലാ വീടുകളിലും ഈ
കാപ്പി വരെ വയ്ക്കാനുള്ള എന്താ പറയുക പാങ്ങുണ്ടാവില്ല എന്ന് പറയും. പാങ്ങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പാങ്ങ് പാവറട്ടിയൊക്കെ കിട്ടുന്നുണ്ടാവും. പാങ്ങുകാർ നമ്മളോട് ക്ഷമിക്കുക. പാങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല. മനസ്സിലായ? അപ്പോൾ എല്ലാ വീട്ടിലും കാപ്പി ഒന്നും ഉണ്ടാവില്ല, കാപ്പി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ആയാലും കാപ്പി വയ്ക്കാനായിട്ട് എല്ലാവർക്കും ഇതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പോൾ നമ്മുടെ ഈ മതിൽ കെട്ടിയിട്ട് അങ്ങോട്ട് അറ്റം വരെ കേട്ടാ, അറ്റം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിണ്ടാണ്, വലിയ തിണ്ടാണ് പണ്ട് കാലത്ത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ തിണ്ടുകളുടെ പൊത്തുകളുണ്ട്, വലിയ പൊത്തുകളുണ്ടാകും. ഏത് ചാരായം മാറ്റുന്നവർ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മങ്കിലികളുണ്ട്, വലിയ മണ്ണിൻ്റെ വണ്ടൻ കലങ്ങൾ. അതിൻ്റെ ഉള്ളിൽ ഈ ചാരായം പാറ്റിനുള്ള ഈ ശർക്കര ഇല്ലേ, അല്ല ഞാൻ ശർക്കര ഈ അച്ച് കണക്ക് ഇങ്ങനത്തെ വലിയ വലിയ ഉരുളകളാണ്, അതിൽ കൊണ്ടുവന്നിട്ടിട്ടാണ് അവർ ചാരായം മാറ്റുക. അപ്പം ഇവിടെ ഈ നമ്മുടെ അയലോക്കത്തെയും എല്ലാ ചേട്ടന്മാരും ഇവരൊക്കെ ഇവിടെയൊക്കെ കളിക്കാൻ ഇതിനൊക്കെ വരുമ്പോഴാണ് ഈ ചാരായം പാറ്റുന്ന ഈ സാധനം കാണാം മങ്കിലിയിൽ. അപ്പം എന്താ ചെയ്യുക, ഇതിൽ ശർക്കര കുറേ നമ്മുടെ പറമ്പുകളിൽ, നമ്മുടെ ഈ പറമ്പുകളിൽ തന്നെ. അപ്പോൾ അത് നോക്കുന്നില്ല, ഈ വശത്തേക്കൊന്നും പിള്ളേർ മാത്രം കളിക്കാൻ വരുമല്ലോ. അപ്പോൾ ഈ ശർക്കര അലിയനെ കുറച്ച് ദിവസം പിടിക്കും. എത്ര ദിവസം നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഇതിന് പാത്രം അവിടെ കുട്ടിക്കാലം വന്നിട്ട് എല്ലാവരും ഓരോ പാത്രം ശർക്കര എടുത്തിട്ട് കൊണ്ടുപോകും. ഇത് അതായിരിക്കും കുറേ ദിവസം കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശർക്കര. അങ്ങനെ കിട്ടിയിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. ചാരായം മാറ്റുകാരൻ അടിച്ചു മാറ്റുന്നത്. അപ്പോൾ ഇത് വറവ് വരുന്നു കേട്ടാ. ഇനി ഇത് പൊട്ടി തുടങ്ങും ചെറുതായിട്ട്. ഈ അരി വറക്കണത് വേറെ ടൈമുണ്ട്. ഈ മാർച്ച് മാസം പരീക്ഷാ കാലത്തിൻ്റെ ടൈം ആകുമ്പോഴാണ് ഈ തോറ്റംപാട്ട് പല സ്ഥലങ്ങളിൽ നടക്കുക. തോറ്റംപാട്ട് കൊടുങ്ങല്ലൂർ ഭരണിക്ക് തൊട്ട് മുമ്പാണ് തോറ്റംപാട്ട്. തറവാട്ടമ്പലങ്ങൾ തോറ്റംപാട്ട് എന്ന് എല്ലാവർക്കും അറിയാം. ടങ്കട ടങ്കൻ ടങ്കട ടങ്കൻ ടങ്കട ടങ്കൻ, അതായത് അവരൊക്കെ ഒരു ചെണ്ട ഉണ്ടാവും. ഇവർ ചെണ്ട മുകളിൽ കാല് വെച്ചിട്ട് ഈ ചെണ്ട കൂടെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെയുണ്ട് ഈ ഇങ്ങനത്തെ ഒരു കമ്പ് പോലത്തെ സാധനം ഉണ്ടാവും. അത് ഇങ്ങനെയുണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ ആക്കും, ഈ സൈഡിൽ കൊട്ടി ടങ്കട ടങ്കൻ ടങ്കട ടങ്കൻ ടങ്കട ടങ്കൻ ടങ്കട ടങ്കൻ ടങ്കട ടങ്കൻ എന്ന് പറഞ്ഞിട്ട് അതിനൊപ്പം തന്നെ ഈ പാട്ടുകൾ, അതിൻ്റെ ഒപ്പമാണ് തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. തോറ്റംപാട്ട് കണ്ടറിയാം. ഈ തോറ്റംപാട്ടിൽ തുള്ളുമ്പോൾ ഈ കളമൊക്കെ വലിയ കളങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിൽ തുള്ളും. ഈ മുത്തപ്പന്, ചാത്തന്, കരിങ്കുട്ടിക്ക് അങ്ങനെയൊക്കെ കുറേ ഈ ഓരോരുത്തരെയൊക്കെ തുള്ളുമ്പോൾ ഈ തരിപ്പണം എന്ന് പറഞ്ഞ സാധനം തുള്ളുമ്പോൾ അവരിയ്ക്കുമ്പോൾ മുന്നിൽ അവർക്ക് തിന്നാനും വരുന്നത് കൽപ്പന പറഞ്ഞിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് തരിപ്പണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കും. അത് ഭയങ്കര ടേസ്റ്റാ. അന്നത് കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. തരിപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരി വറുത്തത്, ശർക്കരപ്പൊടി, പിന്നെ ഏലക്കായ് പൊടി ചേർക്കുന്നില്ല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആയിട്ട് അതൊക്കെ കൂട്ടി ചേർത്തിട്ടുള്ള ഒരു സാധനം തരിപ്പണം. ആ തരിപ്പണം കിട്ടാനില്ല. തരിപ്പണം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇതില് എന്റെ വീട്ടില് ഉണ്ടാക്കാറുണ്ട് തരിപ്പണം. തരിപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരി വറക്കണതും നാളേരം ചെരിക്കുന്നതും പഞ്ചസാരയല്ല, അത് മിക്സ് ചെയ്തിട്ട് തിന്നും. നല്ല രസം. പഞ്ചസാരയല്ല, ശർക്കരയാണ് ചേർക്കുക. ഞങ്ങളുടെ തരിപ്പണം സാധനം ചേർക്കുള്ളൂ, പക്ഷെ നല്ല രസം. എന്നിട്ട് തുള്ളുമ്പോ അവര് ഇത്തിരീശ വാരി കൊടുക്കും. പിള്ളേർക്ക് കൂടുതൽ കൊടുക്കാനായിട്ട് അമ്മമാര് പറയും, മുത്തപ്പ ആ കിടാവിന് ഇത്തിരി കൂടുതൽ കൊടുക്കുക, അല്ലെങ്കിൽ തുള്ളണ ആരാണെങ്കിൽ അവർക്ക് കൂടുതൽ കൊടുക്കാനൊക്കെ പറയും. പൊട്ടി തുടങ്ങിയിട്ടാ. അപ്പൊ നമ്മൾ തരിപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തവിട് പൊടി തരിപ്പണ എന്ന് പറഞ്ഞാൽ തവിട് പൊടി ഒന്നല്ലാണ്ടായി പോയിന്ന്. ഈ തരിപ്പണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആകെ പൊടിച്ച് പരിവായിക്കുള്ള സാധനം. അത് ഇത് ഇത്രയും വന്ന ഒരു പ്ലേറ്റിലായിരിക്കും ഇട്ടുണ്ടാവുക. പിന്നെ പൂവുണ്ടാവും, മലരുണ്ടാവും, പഴം ഉണ്ടാവും, ഒക്കെ കുറെ സാധനം ഏതെങ്കിലുമൊക്കെ കിട്ടും. നമ്മുടെ ഇവിടെ ഓരോ കടകളുടെ ഉദ്ഘാടനത്തിന് കരി വറുത്തതില് അല്ല, കടകളുടെ ഉദ്ഘാടനത്തിലല്ല, പേരിടലിന് ചെയ്യാറില്ലേ? അങ്ങനെ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ണിയോളുടെ പേരിടലുണ്ടാവില്ലേ? ഈ കുറച്ച് പേരിടലിനെ ഈ അരി വറുത്തതില് നാളികേര കൊത്തുകള് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഇല്ലേ? പല പല അരി നനച്ച പാത്രം കരിഞ്ഞു, അടി കരിഞ്ഞു. അത് അരിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇനി ചൂട് വേണ്ട, ഇനി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തീ ഓഫ് ചെയ്തോ. ഇനി നമുക്ക് മിക്സ് അല്ല ഒന്ന് നന്നായിട്ടാവട്ടെ. കരിയില്ല ഇനി ആയിട്ടില്ലേ? പൊട്ടിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ?
ഇത് മിക്സിയിലിട്ട് പൊടിക്കാനുള്ളതാണ് കേട്ടാ. ജയന്തി ഇതിൽ തെറ്റിനെ ക്ഷമിക്കണം കേട്ടോ ഞങ്ങളോട്. ഇത്രയ്ക്ക് അരി പൊടിച്ച് വേണ്ടി വരുന്ന അല്ല അരി വറുത്ത് വേണ്ടാന്ന് തോന്നുന്നു. ഇല്ല അതിൽ കൂടുതലായി ടേസ്റ്റാ. ഇത് തരിതരിപ്പായിട്ട് പൊടിക്കണം കേട്ടാ പറഞ്ഞേക്കണേ, ഫുള്ളായിട്ട് പൊടിക്കരുത്. അത് നീ പൊടിച്ചാൽ മതിയില്ലേ. ഇതിൽ ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ പൊടിക്കാം. അപ്പം മിക്സിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. വെറുതെ ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ട അല്ലേ ചേട്ടത് ഫുള്ള് വേണ? ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. കുറച്ച് അരി നമുക്ക് തിന്നാം. അത് പോരാ 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 അല്ല തിരുവടി ഇതൊന്നും ആയിട്ടില്ല. അയ്യോ പുറത്തേ പോവും, ഞാൻ പതുക്കിട്ടോളാം. അനാട് ഒരു പിടിയാനെ മതി നമുക്ക്. തരിപ്പണം ഉണ്ടാക്കാം നമുക്ക് വീണ്ടും. ഇത് നല്ല രസമായിട്ട് തിന്നാൻ. ചൂടുണ്ട്. മതിയാ തുറന്നു. ആ മതി. തിരുവണി വേണം, തിരുവണി വേണം. എന്തിട്ടാന്നറിയോ, ചിലത് നന്നായി പൊടിഞ്ഞു, ചിലത് അങ്ങനെ തന്നെ കിടക്കണുണ്ട്. സാല നീ പൊടിച്ചേ ഇപ്പൊ ഒരു ഇതായില്ല. ഒരു വട്ടം കൊണ്ട് കഴിക്കുമോ? മതിയാ? അവിടെ ഇല്ല. ഇത് മത്തങ്ങ എടുക്കട്ടെ. നമ്മുടെ മത്തങ്ങ എടുക്കട്ടെ നമുക്ക് കേട്ടാ. ഇതിൽ വെള്ളം ഉണ്ട്, തീ കുഴപ്പമില്ലല്ലേ. വെള്ളം ഒഴിച്ച് അധികമായില്ലേ? ആ വെള്ളം ഒരു സ്വല്പം ഒഴിക്കാൻ പാടില്ലോ, ഞാൻ പറഞ്ഞില്ലേ വെള്ളം. സോറി, ഇതിനെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി എടുക്ക്. ഇത്തിരി വെള്ളം കളഞ്ഞാലോ? ആ കളഞ്ഞു. ഇതില് വെള്ളം എന്റെ കണക്കൂട്ടിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്, വെള്ളം പാടില്ല. ഇതിൽ വെള്ളം വിചാരം ഇത് കുറുക്ക് പോലെ വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട് ഒരു പൊട്ട് മത്തങ്ങയില് വെള്ളം ഉണ്ടാവേ. അതെ, ഇനി ഇത് അടുപ്പത്ത് വെക്കില്ലേ? അപ്പൊ അത് വെള്ളം പറ്റില്ലേ? ഇനി ഇതിനടുപ്പത്ത് വയ്ക്കുന്നത്? ഇനി അടുപ്പത്ത് വെക്കില്ലേ? ഇതിനടുപ്പത്ത് വയ്ക്കുന്നത്? ഇനി അടുപ്പത്തില്ല. ഈ സാധനം ഇട്ട് ഉടക്കുക ചെയ്യാ. ആണോ? ആ ഇനി അല്ല അത് പുറത്ത് വെച്ച് മിക്സ് ചെയ്യാ. ആ കണ്ട ഇതില് വെള്ളം വരണ്ട. ഈ വീഡിയോ കാണുമ്പോ ജയന്തേച്ചി പറയും എങ്ങനെയാണ് സംഭവം. അതായത് നമ്മള് ഈ പാത്രത്തേക്ക് ഇട്ടു കേട്ടാ. അയ്യോ ഒരു സ്വല്പം നന്നായി ഉടയ്ക്കുന്നു. ഇപ്പോഴും വെള്ളം ഉണ്ടല്ലേ. ഇനി ഇതിലേക്ക് എല്ലാ സാധനവും ചേർക്കാൻ ആ പോവാ. ചേർക്കാൻ പോകണം. നമ്മളിതിലേക്ക് ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട് കേട്ടാ. കയ്യില് ഈ കയ്യില് ആ നുള്ളു ഉപ്പിട്ടു. ഇനി നമ്മുടെ അരി കൂടിയാ അതേ മത്തങ്ങ കുറഞ്ഞാ? പാക മത്തങ്ങല്ല, ഇനി ചൂടിന് ഇട്ടത്. ഇനി അരി വറുത്തിട്, അരിപ്പൊടിയിട്ട്. ഇനി നമുക്ക് ഈ അരി വറുത്തത് പൊടിച്ചിടണം. മുഴുവട്ടോ മുഴുവട്ടോ. ആ കട്ട് ചെയ്ത് തുടങ്ങി. നല്ല രസമായി കാണാൻ. ജയന്തേച്ചി പറയാത്തൊരു ഇൻഗ്രീഡിയന്റ് ചേട്ടൻ ചേർക്കണത് നാളികേരാണ് കേട്ടാ. നാളികേരം കുറച്ച് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെറുതെ മതിയാ? കൂടുതലെടുത്തോ, നാളികേരം കൂടുതലെടുത്തോ, നല്ല രസമായിരിക്കും. അന്ന് നാളികേരം കിട്ടണ്ടാവില്ലേ, അതുകൊണ്ട് നാളികേരം ഉണ്ടാവില്ല. മതിയില്ലേ? ആ നാളികേരം ഇതേപോലെ ഒന്ന് ക്രഷ് ചെറുതായിട്ടൊന്ന് മതിയില്ലേ? ആ മതി. കുറച്ചും കൂടി ആക്കാല്ലേ? ഒരു വട്ടം കൊണ്ട് കഴിക്കുക. ഇത് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നതിനായിട്ട് നാളികേരം. നാളികേരം പറഞ്ഞിട്ടില്ലേ, ഇനി രണ്ട് മൂന്ന് സാധനം കൊണ്ട് ചേർക്കണം. അത് കഴിഞ്ഞ് കഴിക്കും. അത് കാരണം ഞാനത് ലോക്കാക്കാറുണ്ട്. ചേട്ടാ അത് ഇരിക്കട്ടെ. അധികമാവോ ചേട്ടാ? നീ അത് മുഴുവൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. അധികമൊന്നും ചെയ്തത് ആ പൊടി നാളികേരം വല്ലാണ്ട് കടിച്ചാലും ടേസ്റ്റ് പോവും. കടിക്കില്ല. നാളികേരം മിക്സ് ചെയ്യണു. ഇത് ചേലക്കര വശത്ത് പണ്ട് കാലത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം കേട്ടാ. ജയന്തേച്ചി കുറേ വെറൈറ്റി പാചകങ്ങൾ അറിയാം. ചേച്ചിയുടെ അമ്മയും അമ്മമ്മയും. അമ്മ ഭയങ്കര പാചകക്കാരിയായിരുന്നു. ഇത് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ. ഇനി അടുത്ത് ചേർക്കാൻ പോണത് എനിക്ക് ശർക്കരപ്പൊടിയാണ്. ശർക്കരപ്പൊടി നീരാണ് ചേർക്കാൻ പറഞ്ഞു ജയന്തി. ഞങ്ങൾ ശർക്കരപ്പൊടി ചേർക്കണം. മതി നിർത്ത് ഇളക്കട്ടെ. മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. ഇത് പ്രത്യേക സാധനം കേട്ടോ. ഇതിൽ ഈ സാധനം കൊണ്ട് മറ്റേ സുഖിയ ഉണ്ടാക്കാം. ഈ സാധനം കൂട്ടുള്ളിൽ വെച്ചിട്ട് മധുരം നോക്കിയിട്ട് നമുക്ക് ഇടാട്ടാ. മധുരം നോക്കാനാ. ഒത്തിരി വേണ്ടി മധുരം വേണം. ഏലക്കായ പൊടി ഇടണോ? മതിയാവോ? കുറച്ച് ജീരക പൊടി ഇടണം കേട്ടോ. കറണ്ട് പോയി.
ശർക്കര മതി. ഇപ്പം നല്ല മണം വന്നു തുടങ്ങി. മിക്സ് ചെയ്തു. അടിപൊളി കൂട്ടായിട്ടാ. മധുരം നോക്കി നോക്കി ഇനി വേണോ? നോക്കാം. മധുരം ഏലക്കായ്പ്പൊടിയാ. കറണ്ട് വന്നു വീണ്ടും. നല്ല രസമുണ്ട്. മധുരം പാകായ മധുരത്തിന് വേണ്ടി വേണം. ഈ ശർക്കരപ്പൊടി നമ്മുടെ മറയൂർ ശർക്കര ഉണ്ടല്ലോ, മഹിമ, ആ ശർക്കര തന്നെയാട്ടോ, അവരുടെ പൊടിയാണിത്. ഇതിന് മധുരം കുറവാ. അതിന് ജയന്തി പറഞ്ഞ് ശർക്കര നീര് ചേർക്കാൻ മതി. ഇനി മധുരം ചേർക്കണ്ട. ശർക്കര മറ്റേ നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കര ആമസോണിൽ കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിലും കമന്റ് ഉണ്ട്. മഹിമ ശർക്കര കേട്ടാ. മറയൂർ ശർക്കര എന്ന് അടിച്ചു കഴിഞ്ഞാൽ വേറെ കുറേ പെര കാണും. ഇത് മഹിമയാണ് കേട്ടാ ഇവരുടെ ബ്രാൻഡ്. അടിപൊളി സാധനമായിട്ടാ മാറി. ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാ ടേസ്റ്റ് ഉണ്ടാവാൻ തോന്നുന്നു, മധുരമുള്ളതായ കാരണം. രസല്ലേ? രസമുണ്ട്. എനിക്കൊരു പുതിയ അനുഭവമാണ്. ചൂടുണ്ടാ ഭയങ്കരമായിട്ട്? ചൂടും കൂടുന്നു ചെയ്യാം. മധുരത്തിന് വേണ്ടി ആവാം. എന്തൊരു രസമുണ്ട്. അരി കടിക്കുമ്പോൾ രസമുണ്ട്. ഒക്കെ രസമുണ്ട്. മധുരം കുറവാ, പക്ഷെ ഈ മധുരം മതി അല്ലേ? മധുരം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി ടേസ്റ്റ് കൂടും. ഇത് സുഖിയന്റെ ഉള്ളിലത്തെ പോലെ അതിന്റെ ഒരു പോലെ തന്നെ. ഇനി നമുക്ക് ടീസ്പൂൺ എടുത്ത് കഴിക്കാം. അപ്പൊ കട്ടൻ ചായ വേണ്ടേ? കട്ടൻ ചായ വെക്കുന്ന കുറെ സമയം പിടിക്കും. ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞ കട്ടൻ ചായ സമയമായിട്ടില്ല. പറഞ്ഞേ ഈ 4 മണിയായിട്ടാ. ഇനി എത്ര മണിക്കാ കട്ടൻ ചായ വെക്കുക? 5 മണിയാണ്ടേ. അതിനൊക്കെ സമയമുണ്ടാ? ഞാൻ ടീസ്പൂൺ എടുത്താൽ ജഗുവിനെ വിളിക്കും. ഇത് കഴിച്ചു നോക്കാൻ പറയും. നല്ല സാധനം കേട്ടാ. പണ്ടത്തെ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോ കിട്ടുന്ന സാധന പലഹാരം ഇതൊക്കെയാണ് കിട്ടിയായിരുന്നു. കട്ടൻ ചായയിൽ ഇതിട്ടിട്ട് കഴിക്കും. രസല്ലേ? ഭയങ്കര കട്ടൻ ചായ ഉണ്ടാക്കി തരാട്ടമ്മ. എന്നിട്ട് അതിലിട്ടു. കട്ടൻ ചായയിലിട്ട് തരാട്ടാ. ഈ മധുര പാകല്ലേ? കറക്റ്റ് പാകം. സുഖിയനിലൊന്നും വെച്ച് ആക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ചോദിച്ചാൽ അങ്ങനെ പറ്റുന്ന അങ്ങനെ കുഴമ്പ് രൂപത്തിലുള്ള സാധനം. സുഖിയനിലെ ചെറുപയറൊക്കെ വ്യത്യസ്തമായിട്ട്. ചെറുപയർ തന്നെ നല്ലത് സുഖിയല്ലേ? ഇത് രസമുണ്ട്. അന്നൊക്കെ ഇത് കിട്ടുന്നൊക്കെ വലിയ കാര്യമായിരുന്നു. അപ്പൊ നിറം വയ്ക്കും വെളുക്കും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് പണ്ടുള്ളവര് പറയണത്. ഈ പയറും മത്തയും കഴിച്ച കഴിഞ്ഞാൽ നിറം വയ്ക്കുക വെളുക്കുക അല്ലേ? മുടിക്കാലത്താവാ. പയറില് പ്രോട്ടീനില്ലേ? മത്തങ്ങ എനിക്കറിയില്ല. മുടി വളരാൻ നല്ലതല്ലേ? എന്തായാലും നല്ല സാധനം. കട്ടൻ കാപ്പി നീ ഉണ്ടാക്കണില്ല ചേട്ടാ. അടിപൊളി സാധനം. ഞാൻ ഉണ്ടാക്കാൻ പോവാ കട്ടൻ കാപ്പി. ഉണ്ടാക്കിത്തരാം. അരി അതെപ്പോഴേക്കും തിന്ന് കഴിക്കല്ലേ? അതിലിട്ടരാം. അല്ല അരി വേണമെങ്കിൽ വേറെ വറക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ജയന്തി ചേച്ചിക്ക് താങ്ക്സ്. ജയന്തിയുടെ ഓർമ്മപ്പെടുത്തലിൽ നമ്മൾ ഉണ്ടാക്കി. അപ്പം ഞങ്ങൾ സരിതനി കട്ടൻ ചായ ഉണ്ടാക്കട്ടെ, എന്നിട്ട് കുടിക്കട്ടെ. അപ്പോൾ നിർത്താട്ടെ. അടിപൊളി സാധനം. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ നല്ല സാധനം. ബൈ.